ഗൈസ്, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? ഓർമ്മയുണ്ടോ ഈ മുഖം? കുറേ നാളായി നമ്മൾ കണ്ടിട്ട്. അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ നവീന. ഓക്കെ, ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്താ നോട്ടീസ് ചെയ്തേക്കണെന്ന് എനിക്കറിയാം. അതെ, ഞാൻ മുടി വെട്ടി. എങ്ങനെയുണ്ടെന്ന് കമൻസിൽ പറയണേ. ഫൈനലി ഞാൻ പോവാണ് ഗൈസ്, ജർമ്മനിയിലേക്ക് ഞാൻ പോവാണ്. ഈ വീഡിയോ എടുക്കണോ വേണ്ടിയിട്ട് ഞാൻ കുറേ ആലോചിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഇതെനിക്കൊരു മെമ്മറി ആയിരിക്കും. കുറേ ഇയേഴ്സ് കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ഒരു മെമ്മറി ആയിരിക്കും. അപ്പോൾ ഞാനിത് എന്തായാലും ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ വീഡിയോ എടുക്കുന്നത് എൻ്റെ മൈൻഡിലില്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് വേറൊരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട്. ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആയിരിക്കും. യെസ് ഗൈസ്, ഫസ്റ്റ് ലോങ് വീഡിയോ. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ട്. അതുകൊണ്ട് എങ്ങനെ എടുക്കണമെന്ന് എനിക്ക് വലിയ പിടുത്തില്ല. എന്നാലും നമുക്ക് നോക്കാം. പെട്ടിയൊക്കെ ഓൾറെഡി പാക്ക് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ എടുക്കാൻ എന്തെങ്കിലും മൈൻഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. 25 kg ചെക്കിൻ ബാഗിലും 7 kg ഹാൻഡ് ബാഗിലും ആയിരുന്നു എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയത്. പോണോണ്ടാന്ന് തോന്നുന്നു ഇതുവരെ ഇല്ലാത്ത ഭയങ്കര സ്നേഹമായി. ഇനി മിഠായിയൊക്കെ വാങ്ങിച്ചോണ്ടാവും തോന്നും. നമുക്ക് എന്താ പറയാനുള്ളത്? ഞാൻ ജർമ്മനി പോണതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇവിടെ ആർക്കും ഒരു കൂസലില്ല ഗൈസ്. ഇവിടെ സുഖിയനും കഴിച്ചുകൊണ്ടിരിക്കുക. 28-ാം തീയതി വെളുപ്പിന് 4:15 നമുക്ക് ഫ്ലൈറ്റ്. അപ്പോൾ 27-ാം തീയതി രാത്രി തന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ഉണ്ണിച്ചീച്ചിയും കസിൻസ് ഫുൾ ഉണ്ടായി. വീട് നിറച്ച ആൾക്കാരായിരുന്നു. ആ സമയത്തൊന്നും പക്ഷേ ഞാൻ വീഡിയോ എടുത്തു. അങ്ങനെ ഞാൻ എൻ്റെ 2 മക്കളുണ്ട് എനിക്ക്. ഒന്ന് സ്നോവി, പിന്നെ സുന്ദി. 2 പേരോടും ഞാൻ ബായ് പറഞ്ഞിറങ്ങി. എല്ലാവരോടും ബായ് പറഞ്ഞിറങ്ങി. കറക്റ്റ് സമയത്ത് കരണ്ടും പോയി. എന്തായാലും വല്ലാത്തൊരു ഐശ്വര്യമായിപ്പോയി. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റും കൂടെ ആയിരുന്നു കേട്ടോ. ഇതിനു മുമ്പ് ഇതുവരെ ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. ബാക്കി പോണ വീഡിയോസ്, ഉള്ളിൽ കയറുന്ന വീഡിയോസൊക്കെ കസിൻസ് എടുത്തത്. അതുകൊണ്ട് എൻ്റെ കയ്യിലില്ല. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ചെക്കിങ്ങും സെക്യൂരിറ്റി ചെക്കും ഒക്കെ ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷെ എല്ലാം വളരെ സ്മൂത്തായിട്ട് വേഗം നടന്നു. ചെക്കിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാനിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. കറക്റ്റ് ബോർഡിംഗ് പാസ്സൊക്കെ നോക്കി എനിക്ക് പോകേണ്ട ഗേറ്റൊക്കെ കണ്ടുപിടിച്ച് ഞാൻ അവിടെ പോയി ഇരിക്കുകയാണ്. എല്ലായിടത്തും പോകണമെങ്കിലും നമുക്ക് പാസ്പോർട്ടും ബോർഡിംഗ് പാസ്സും വേണം. ഓരോ സ്ഥലത്തും നമ്മളത് കാണിച്ചാൽ കയറിക്കൊണ്ടിരിക്കണം. അങ്ങനെ പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ സ്ഥലത്തിന് എന്താ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഫ്ലൈറ്റിൽ കയറുന്നതിന് തൊട്ട് മുമ്പത്തെ സ്ഥലമാണ്. അങ്ങനെ ലാസ്റ്റത്തെ ജസ്റ്റ് ചെക്കിങ് കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ ഫ്ലൈറ്റിൽ കയറി പോകണ കേസ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ പോകുന്നപ്പോൾ ഇങ്ങനെ കരഞ്ഞൊന്നുമില്ല. പുതിയ സ്ഥലം, പുതിയ എക്സ്പീരിയൻസിനൊക്കെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് എനിക്ക് ആ ഒരു ജ്വരത്തിലായിരുന്നുകൊണ്ട് വീട്ടുകാരൊന്നും ഇനി കാണാൻ പറ്റില്ലല്ലോന്നും ഞാൻ നേരത്തെ ചിന്തിച്ചില്ല. അതുകൊണ്ട് ഞാൻ കരയേണ്ട നല്ല കുട്ടിയായിട്ടാണ് ഗൈസ് വന്നത്. ടിക്കറ്റൊക്കെ എനിക്ക് ബോബി ചേട്ടൻ്റെ അടുത്ത് തന്നെ. ട്രാക്സിൽ ടൂർസ് ആൻഡ് ട്രാവൽസ് എന്നാണ് അവരുടെ ഏജൻസിയുടെ പേര്. എന്തായാലും ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയണ്ട, നമ്മുടെ കൂടെ ഉണ്ടാവും. കറക്റ്റ് ഞാൻ പറഞ്ഞതനുസരിച്ച് എനിക്ക് വിൻഡോ സീറ്റൊക്കെ അവരെ എടുത്ത് തന്നായിരുന്നു. For customers who have just joined us, welcome on board Qatar Airways, a member of the One World Alliance. After you have found your seat, please place your hand luggage in the over. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഫുൾ അനൗൺസ്മെൻറ്റ്, ചുറ്റുപാടുള്ള സംഭവമൊക്കെ നോക്കി ഞാൻ ഇങ്ങനെ ഇരിക്കായിരുന്നു. സേഫ്റ്റി മെഷേഴ്സൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു കാർഡായിരുന്നു തോന്നുന്നു. എന്തായാലും ഫ്ലൈറ്റ് എടുക്കാൻ കുറച്ച് നേരം എന്തായാലും എടുക്കുമല്ലോ. ആ ടൈമിൽ നമുക്ക് ഇതൊക്കെ നോക്കി അങ്ങനെ ഇരിക്കാം. എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയെങ്കിലും ഞാൻ പോയ ടൈം അത്ര ശരിയാവാത്തതുകൊണ്ട് എനിക്ക് നല്ല കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല ഗൈസ്. അതിൻ്റെ ഒരു സങ്കടം മാത്രമേ ഉണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാവർക്കും മൂക്കിന്ന് ചോര വരാ, ചെവി വേദന എടുക്കുക, ചെവി അടയാ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ കേട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വോളിയത്തിൽ ഞാൻ എയർപോർട്ട് വെച്ച് പാട്ട് കേട്ടോണ്ടിരിക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. പക്ഷെ എന്നാലും എനിക്ക് സെക്കൻഡ് ഫ്ലൈറ്റ് ആയപ്പോഴത്തേക്കും ഞാൻ അതായിട്ട് അഡ്ജസ്റ്റഡ് ആയി. ചെറിയ രീതിക്ക് ചെവി അടയുന്നൊന്നും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഉണ്ടായില്ല. അന്ന് ലാസ്റ്റ് ആയിട്ട് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിനോടും നമ്മുടെ നാടിനോടും എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി മനസ്സിൽ യാത്ര പറഞ്ഞുകൊണ്ട് എൻ്റെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തത്. മൊത്തത്തിൽ എനിക്ക് ഡിസപ്പോയിൻറ്റഡ് ആവേണ്ടി വന്നില്ല. കുറച്ച് നല്ല കാഴ്ചകളൊക്കെ എനിക്ക് കാണാൻ പറ്റി. അങ്ങനെ പയ്യെ കിടന്നുറങ്ങി കാഴ്ചയൊക്കെ കണ്ട് വന്നപ്പോഴത്തേക്ക് പിറ്റേ ദിവസം രാവിലെയായി. എൻ്റെ എയർലൈൻ ഖത്തർ എയർവേസ് ആയിരുന്നു കേട്ടോ. ഇനി നമുക്ക് ദോഹയിൽ ചെന്നിട്ട് വേണം, അവിടെ നിന്ന് വേണം നമുക്ക് ഫ്രാങ്ക്ഫർട്ടിലേക്ക് പോകാനായിട്ട്. എനിക്കായി 1.5 മണിക്കൂർ അത്ര ലേവർ ഉണ്ടായിരുന്നു. പിന്നെ ദോഹ എയർപോർട്ട് അത്യാവശ്യം വലുതായതുകൊണ്ട് തന്നെ ഞാൻ കണ്ടുപിടിച്ചെത്തിയപ്പോൾ തന്നെ എനിക്ക് പോകാനുള്ള ടൈം ആയതുകൊണ്ട് എനിക്ക് അധികം ടൈം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല. ഞാൻ ഫുള്ള് കറങ്ങി നടന്ന് കണ്ടുപിടിച്ച് എൻ്റെ ഗേറ്റിൻ്റെ അടുത്തെത്തി. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ അവർ ബോർഡിങ്ങിന് വേണ്ടി വിളിച്ചു. എയർലൈനിൻ്റെ തന്നെ ബസ്സിൽ കയറിയിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് എടുത്തു വന്ന് നമ്മുടെ സെക്കൻഡ് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. അങ്ങനെ കയറിയ ഉടനെ തന്നെ റിഫ്രഷിങ് ടവലൊക്കെ തന്നു മുഖമൊക്കെ തുടച്ചൊന്ന് സെറ്റ് ആവാനായിട്ട്. ഫസ്റ്റ് ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ ഒന്നും കഴിച്ചില്ല. എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല നമ്മുടെ ടിക്കറ്റിൽ ഫുഡ് ഇൻക്ലൂഡഡ് ആണെന്നുള്ളത്. സെക്കൻഡ് ഫ്ലൈറ്റ് ആയപ്പോഴത്തേക്കും ഞാൻ പഠിച്ചു. ഞാൻ സെക്കൻഡ് ഫ്ലൈറ്റിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്.
ആദ്യത്തെ ഫ്ലൈറ്റിൽ കയറിയപ്പോഴാണെങ്കിലോ നട്ടപ്പാതിര, രണ്ടാമത്തെ ഫ്ലൈറ്റിൽ കയറിയപ്പോഴാണെങ്കിലോ നട്ടുച്ച. അതിൻ്റെ 2 സമയത്ത് എനിക്ക് വലിയ കാഴ്ചകളാണ് നമുക്കില്ല. ചൂട് കാരണം കുറേ നേരത്തേക്ക് വിൻഡോസ് ക്ലോസ്ഡ് ആയിരുന്നു. ഇങ്ങനെ നമുക്ക് നമ്മുടെ മീല് കിട്ടി. എന്തോ ഭയങ്കര കാര്യമായിട്ട് ഒരു പേരൊക്കെ പറഞ്ഞായിരുന്നു, ഗർലിക് റൈസ് വിത്ത് ബീഫ് അങ്ങനെ എന്താണ്ടൊക്കെ. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. പൊതുവെ അങ്ങനെ നല്ല ഫുഡ് കിട്ടാറില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. സംഭവം ടേസ്റ്റിന് വല്ല കുഴപ്പമില്ലായിരുന്നെങ്കിലും അത് ഫുള്ള് കഴിച്ച് വന്നപ്പോഴത്തേക്ക് ഒരുവിധം മട്ടിക്കുന്ന പോലെ ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു ഡെസേർട്ടും കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടി കഴിച്ച് വന്നപ്പോഴത്തേക്ക് തീരുമാനം. നമ്മുടെ ഫ്രണ്ടിൽ മോണിറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്ലൈറ്റിന് ചുറ്റും വെച്ചിരുന്ന ക്യാമറ വഴി നമുക്ക് ആകാശത്തു നിന്നുള്ള വ്യൂ കാണാൻ പറ്റുമായിരുന്നു. ഏരിയൽ വ്യൂ എന്നല്ലേ അതിന് പറയാം, ആ സംഭവത്തിന് അത് കാണാൻ പറ്റുന്നുള്ളത് എനിക്ക് സൈഡിലിരിക്കുന്ന ചേട്ടൻ അത് കണ്ടുകൊണ്ടിരുന്നപ്പോഴേ എനിക്ക് മനസ്സിലായി. പക്ഷേ അത് ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഞാൻ ഇവിടെ എത്താറായിട്ടുണ്ടായിരുന്നു. ഫൈനലി ഞാൻ അങ്ങനെ ജർമ്മനിയുടെ മണ്ണിൽ കാല് കുത്തി ഗൈസ്. 2 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോവാണ് ഗൈസ്. ആളാണ് എന്നെ പിക്ക് ചെയ്യാൻ വരുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവളെ കണ്ടപ്പോൾ തന്നെ ഞാൻ കരഞ്ഞു പോയി ഗൈസ്. എനിക്ക് ആദ്യമായിട്ട് ഒരാൾ എനിക്ക് ഫ്ലവറും തന്നു. എനിക്ക് പൂ കിട്ടി ഗൈസ്. എവിടെ എനിക്ക് മാളപ്പൂ തന്നു ഗൈസ്. ഞാൻ ജർമ്മനിയിലെത്തി ഗൈസ്. അയ്യോ ഫൈനലി ഞാൻ 2 കൊല്ലത്തിന് ശേഷം ഞങ്ങൾ പിന്നെയും കണ്ടുമുട്ടി. ഇതിന് ഭയങ്കര പൊക്കാൻ പറ്റും ഗൈസ്. ആൾ ആവുപേറിൽ നിന്ന വീട്ടിലെ ജർമ്മൻ ചേട്ടനെയും ആളുടെ ഫ്രണ്ട് അനുരാഗ് ചേട്ടനെയും കൂട്ടിയിട്ടാണ് വന്നത്. വന്ന ഉടനെ തന്നെ ഞാൻ ജർമ്മനിയിൽ നിന്ന് അവരുടെ ദേശീയ ഭക്ഷണമായ ബ്രെഡ് കഴിച്ചു. കേസിൽ ബ്രെഡില്ല, ക്രോസൻ്റ് ആയിരുന്നു. കാറ് ചാർജ് ചെയ്യാനിട്ടപ്പോൾ നമുക്ക് കുറച്ച് ടൈം കിട്ടി. അപ്പോൾ ആ ടൈം നമ്മൾ വിചാരിച്ചു എവിടെയെങ്കിലും ഒന്ന് പോയി എന്തെങ്കിലുമൊക്കെ കാണാം. അങ്ങനെ വന്ന ദിവസം തന്നെ എനിക്ക് ജർമ്മനി കാണാനുള്ള ഒരു ചാൻസ് കിട്ടി. ഇത് എന്തോ ഒരു വില്ലേജാണ്, അതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നു. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കടകളുണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും കയറി നടന്ന് എന്ത് വേണമെങ്കിലും വാങ്ങി കാണുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ കുറച്ചധികം നേരം ഇതിൻ്റെ ഉള്ളിൽ തേരാപ്പാര ഓരോന്ന് കണ്ടു നടന്നു. ഇതാണ് എൻ്റെ സുന്ദരിയായി, എൻ്റെ സ്വീറ്റസ്റ്റ്, എൻ്റെ കൂട്ടുകാരി, എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് അനീറ്റ. ഐ കോൾ ഹർമ. ആദ്യമായിട്ട് വന്ന് ഓരോന്ന് കണ്ട് ഞാൻ എന്തൊക്കെയോ പിച്ചമ്പയും പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളുടെ തണ്ടലും നടത്തമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനലി എൻ്റെ അപ്പാർട്ട്മെൻറ്റ് എത്തി. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കുട്ടി വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ശരി എന്നാൽ.